അങ്ങനെ ഒരു നാട്ടിൽ ജീവിച്ച് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിപ്പുറം ഭാഗ്യം ചെയ്ത ഒരാൾക്കാരാണ് നിങ്ങൾ. എന്താ പറയാ, ബൈബിളിലൊക്കെ പറഞ്ഞേക്കുന്ന പോലെ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമേ എന്ന് വിളിച്ചിരിക്കുന്ന ഇസ്രായേൽക്കാരെ അല്ല, ന്യൂസിലൻഡുകാരായ നിങ്ങളെയാണ്. അടിപൊളി ഒരു ചില സ്ഥലത്തോട്ട് വരുമ്പോഴേ നമുക്ക് കൈയടിക്കണേ ചിരിക്കണേ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു പ്രത്യേക ഒരു സന്തോഷം എനർജിയും കിട്ടും. ആദ്യം തൊട്ട് നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ പ്രസിഡന്റിന്റെ ഒരു നന്ദി പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുന്നു. ഓക്ലൻഡ് മലയാളം സമാജം പ്രസിഡന്റ് നമ്മുടെ റോബിൻ ചേട്ടന് കൊടുക്കുക ഒരു ഗംഭീര കൈയടി. അതുപോലെ സന്ധ്യയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളെ കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ വെബോ മീഡിയ ഒരൊറ്റ ഒരാളാണ് ഈ പരിപാടി മൊത്തം. ഈ ഞങ്ങളുടെ 10 ഷോയുടെ ഞങ്ങളുടെ ഫസ്റ്റ് ഷോയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങുവാണ്, അനുഗ്രഹിക്കണം. അപ്പോൾ ശ്യാം ജോൺ എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു ചെറുപ്പക്കാരനാണ് ഇത് ഫുൾ കോർഡിനേറ്റ് ചെയ്തത്, വെബോ മീഡിയ. പിന്നെന്താ പറയാ, അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങളുടെ മുന്നേ എൻ്റെ സാരി ഒന്നുമല്ല, എന്നാലും ചോദിക്കുക സാരി ഇങ്ങനെയുണ്ട്. എനിക്ക് സന്തോഷം, കാരണം തുടക്കത്തിൽ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഇതൊരു പരിപാടിയുടെ പകുതി കഴിയുമ്പോഴാണ് സാധാരണ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. പക്ഷെ പുറകെ ഇരിക്കുന്നവർക്ക് കാണാമല്ലോ അല്ലേ? ഇല്ല, കാണാമെന്നോ ഇല്ലെന്നോ? ശരി, അപ്പൊ തുടങ്ങാം. റെഡി? ശരി, പതുക്കെ അങ്ങ് പോവാം. എന്തായാലും വിവേകാനന്ദൻ കാലക്കി അടിപൊളിയായി. അപ്പൊ നമുക്ക് മെല്ലെ അങ്ങ് തുടങ്ങാം. ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ പ്രണയം പറയാൻ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഈ ഗാനം എല്ലാ സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന മനസ്സുകൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാം. നിങ്ങളുടെ തൊട്ടടുത്ത ആളെ നിൽക്കുന്നുണ്ടെന്ന് കൈ കയറി പിടിച്ച് കയറി പിടിക്കണ്ട. പണ്ട് ഏതോ ഒരു സ്ഥലത്ത് ഞാൻ നല്ല ഇരുട്ടായിരുന്നു, ഏതോ ഒരു ചേട്ടൻ ഏതോ ഒരു ചേച്ചിയുടെ കൈ കയറി പിടിക്കുന്ന ഇവിടെ പടയെ ഒരു ഒച്ച കേൾക്കുകയും ചെയ്തു. അങ്ങനെ ആരും പിടിക്കേണ്ട, തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രം പിടിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഇഷ്ടപ്പെട്ട ആളുമായിട്ട് എങ്ങോട്ട് പോകാനാക്കും? ന്യൂസിലൻഡ് തന്നെ ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ആൾക്കാർ ഇങ്ങോട്ട് എന്താ പറയുക, ടൂറിനായിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെ ഒരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുക. പക്ഷെ സ്ഥിരം താമസിക്കുമ്പോൾ നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാൻ ആഗ്രഹിക്കുമല്ലോ. എങ്ങോട്ട് പോകണം? ഫിൻലൻഡാ, സ്വിറ്റ്സർലൻഡാ, ഏതെങ്കിലും ലാൻഡിലോട്ട് പോകും. വണ്ടർലാൻഡാ? എനിക്ക് തോന്നുന്നു നാട്ടിലോട്ടായിരിക്കും.
ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? പക്ഷെ ഇത് രസമല്ലേ? ഇവിടെ വരിക, അവിടെ പോവുക, അവിടെ വരിക, ഇവിടെ പോവുക. അപ്പൊ ശരി, അപ്പൊ മിസ് ചെയ്യുന്ന ആൾക്ക് വേണ്ടി ഇരിക്കട്ടെ ഏറ്റവും പുതിയൊരു പാട്ട്. എനിക്ക് വേണ്ടത്, ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ ഒരു പരിപാടി പൂർത്തിയാവത്തില്ല. പക്ഷെ നമ്മൾ തമ്മിൽ ഒരു സോൾ കണക്ഷനും കൂടെ വരും. ഫോണിന്റെ പുറകിൽ ഒരു ടോർച്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവിടെ പിന്നെ പവർ കട്ട് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. ഒന്ന് എടുത്തു നോക്കിയേ, വണ്ണം ലൈറ്റ് കത്തിച്ച് നോക്കി. ഇത് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ സ്പോൺസേഴ്സ് പൈസ പോലും തരില്ലാത്ത അവസ്ഥയാണ്. എടുത്തു എല്ലാവരും എടുത്തു. അപ്പൊ നമ്മളൊരു ഒറ്റക്കെട്ടായിട്ട്, ഒരു കൂട്ടായ്മയായിട്ട്, എന്താ പറയാ, ഒരു രസമായിരിക്കും. ആ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ പരിപാടിയിലുള്ള ആൾക്കാരെ പോലെ ഇരിക്കരുത്, അല്ലാത്ത ആൾക്കാരെ പോലെ. എനിക്കറിയാം ഫ്രണ്ടിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്, അത് അവർക്കൊരു ഇത് കിട്ടാത്ത. എല്ലാവരും ഫോൺ എടുത്ത് എല്ലാവരും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്തിരി ഹൈറ്റ് കുറവായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലായിരിക്കും കേട്ടോ. മതി, കുറച്ച് പേരോടെ എടുക്കാനുണ്ടെങ്കിൽ നടുക്ക് സെക്ഷൻ നടുക്ക്. ഇല്ലില്ല, മടി പിടിച്ചിരിക്കുന്നവരുണ്ട്. പോക്കറ്റിൽ ഇനി ഒന്ന് എടുത്തൊരു ഫോൺ ഇതൊക്കെ പോരെ. എല്ലാവരും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ വീശി കാണിച്ച്, എന്നാലും ഞാനൊരു ഐ ലവ് യു പറയാം. ഇല്ല, ഇവിടെ ഈ ഫ്രണ്ടിൽ ആ മഞ്ഞ ജുബിയിട്ട ചേട്ടൻ കണ്ണടി വെച്ചു. എടുത്ത് ഫോൺ ഇല്ലേ? ഭാര്യ എടുത്ത് വെച്ചേക്കാണോ? എടുത്തല്ലേ?
താങ്ക് യു സോ മച്ച്. മലയാളത്തിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയാം. കഷ്ടപ്പെട്ടു, പക്ഷെ ഓപ്പറേറ്റർക്കാർക്ക് എന്തോ ഒരു എനർജി ഇച്ചിരി കൂടിയോ എന്നൊരു സംശയം. അത് എനർജിയുള്ള ആൾക്കാരെ ഒരു സൈഡോട്ട് മാറി നിന്നോ, അങ്ങനെ കിട്ടാൻ ശരിയായി. ഒരു പ്രാവശ്യം കേട്ടോ, പുറകെ ഇരിക്കുന്ന ആളുകളോട് സപ്പോർട്ട് ചെയ്യേണ്ടേ. സൂപ്പർ. ചെറിയ പോകുന്നത് പറഞ്ഞപ്പോൾ പുതിയ ജന്മം
Lord.